സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി എന്നുള്ളതാണ്. പരാതി നൽകിയത് 8 വർഷത്തിന് ശേഷം എന്ന് കോടതി പറയുന്നു. സിദ്ദിഖിന് വലിയ ആശ്വാസകരമായ പല പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അറസ്റ്റ് ചെയ്താൽ പോലും ജാമ്യത്തിൽ വിടണമെന്നാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസിനോട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, സിദ്ദിഖ് പാസ്പോർട്ട് കോടതിക്ക് മുന്നിൽ ഹാജരാക്കണം. മറ്റു കേസുകളുടെ കോടതി ഉത്തരവുകളെ ഇത് ബാധിക്കുമെന്നടക്കം സംസ്ഥാനം മുന്നോട്ട് വെച്ചു. എങ്കിൽ പോലും ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം സുപ്രീം കോടതി നൽകിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പരാതി നൽകി 8 വർഷത്തിന് ശേഷമാണ് ജാമ്യം അനുവദിച്ചത്. ഈ പരാതി നൽകിയത് 8 വർഷത്തിന് ശേഷമാണ് എന്ന് പറയുമ്പോൾ കോടതി അതിൽ ചില അസ്വാഭാവികതകൾ കൂടി കണ്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അന്വേഷണത്തോട് സിദ്ദിഖ് സഹകരിക്കണമെന്നും പാസ്പോർട്ട് ഹാജരാക്കണം എന്നും വളരെ കൃത്യമായി തന്നെ കോടതി വ്യക്തമാക്കുന്നു. സംസ്ഥാനം ഈ മുൻകൂർ ജാമ്യത്തെ ശക്തമായി എതിർത്തു എങ്കിൽ പോലും കോടതി അത് പരിഗണിച്ചില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സിദ്ദിഖിന് വലിയ ആശ്വാസകരമാണ്. നമുക്കറിയാം, ഇത്തരം പീഡന കേസുകളുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിൽ നിരവധി പരാതികളുണ്ട്. ഈ പരാതികളെ ഒക്കെ നിരവധി കേസുകളുണ്ട്. ഈ കേസുകളെയൊക്കെ ബാധിക്കുന്ന, അതിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുന്ന തരത്തിലുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുകൂടി ചേർത്ത് വായിക്കണം. കാരണം ഇത്ര വൈകി നൽകിയ ഒരു പരാതിയിൽ എന്തിന് കേസെടുത്തു എന്ന് തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. സ്വാഭാവികമായും സിദ്ദിഖിന് മുൻകൂർ ജാമ്യത്തിന് അർഹതയുണ്ട് എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. നടൻ സിദ്ദിഖിന് വലിയ ആശ്വാസകരമായ ഒരു തീരുമാനം കൂടിയാണ് കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാം, ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നില്ല, മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നില്ല. അറസ്റ്റിന്റെ നിഴലിലായിരുന്നു സിദ്ദിഖ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അവിടെയാണ് സുപ്രീം കോടതിയിൽ ആശ്വാസകരമായ ഒരു തീരുമാനം സിദ്ദിഖിന് അനുകൂലമായി വരുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. സംസ്ഥാനത്തിന്റെ വാദം സിദ്ദിഖിന് ഏറ്റവും എതിരായിരുന്നു. മറ്റ് കേസുകൾ, അനവധി കേസുകളുണ്ട്. ആ കേസുകളെ സിദ്ദിഖിന് ജാമ്യം കൊടുത്താൽ അത് ബാധിക്കും എന്ന് പറഞ്ഞു സംസ്ഥാനം. പ്രോസിക്യൂഷൻ ആ തരത്തിൽ വാദിക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ അത് കോടതി മുഖവിലേക്ക് എടുത്തില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അറസ്റ്റ് ചെയ്താൽ പോലും ജാമ്യത്തിൽ വിടണം എന്ന ആവശ്യമാണ് കോടതി മുന്നോട്ട് വെച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നതുകൂടി ചേർത്ത് വായിക്കണം. മറ്റു കേസുകൾ, ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്ന കാര്യമുണ്ട്. നമുക്കറിയാം, നടി നൽകിയ പരാതി ഗൗരവതരമായിരുന്നു. മസ്കറ്റ് ഹോട്ടലിലടക്കം, തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിലടക്കം തെളിവെടുപ്പ് നടത്തിയിരുന്നു. ചില പരാതിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, ചില തെളിവുകൾ പോലീസിന് കൃത്യമായി കിട്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിനെ ചോദ്യം ചെയ്തിരുന്നു. തന്റെ മൊഴിയിൽ നടി ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം സിദ്ദിഖിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയ സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഈ സിനിമാ മേഖലയിൽ ഉണ്ടായ കേസുകളിൽ ഏറ്റവും സ്ട്രോങ് ആയ, ഏറ്റവും ശക്തമായ കേസുകളിൽ ഒന്ന് സിദ്ദിഖിന്റെ കേസായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ ഒരുപക്ഷെ മറ്റ് നടന്മാർക്ക് എതിരെയുമുള്ള കേസുകളെക്കാളൊക്കെ ഏറെ ശക്തമായ ഒരു കേസ്, അതിനുള്ള തെളിവുകൾ പോലും പോലീസ് കണ്ടെത്തിയ പശ്ചാത്തലമുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നത് ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും